നമ്മള് പിന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ അക്യുപങ്ചറുകാർ ഉന്നയിക്കുന്ന കുറെ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായ ചില ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അതിൽ ഇവരുടെ ആത്മീയ നേതാവ് ഷുഹൈബ് റിയാലു പറഞ്ഞ ചില അബദ്ധങ്ങൾ അത് ഡോക്ടർ മുജീബ് റഹ്മാൻ കൃത്യമായി വിശദീകരിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷം മറ്റൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഇവരുടെ തന്നെ കൊടുത്തപ്പെട്ട ഒരാളാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണ്, അതിനോരോ സ്റ്റഡീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഡോക്ടർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ മോഡേൺ മെഡിസിന്റെയും മോഡേൺ സയൻസിന്റെയും എല്ലാ അപ്രോച്ചിനെയും പൂർണ്ണമായും നിരാകരിക്കുന്ന ആളുകളാണ് ഈ വ്യാജ അക്യുപഞ്ചർ ചികിത്സകർ, സിംഗിൾ നീഡിൽ ചികിത്സകർ. പക്ഷെ ഇവരുടെ ഒരു ആർഗ്യുമെന്റിന് സപ്പോർട്ടായിട്ട് പഠനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു വരും. അപ്പം പഠനങ്ങൾക്ക് ആവശ്യമുണ്ട്. അതും 50 കൊല്ലം 60 കൊല്ലം മുമ്പത്തെ പഠനങ്ങളാണ് എടുത്തു വരുന്നത്. അപ്പം ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിന് സപ്പോർട്ട് എന്ന് തോന്നുന്ന പഠനങ്ങൾ, ആ പഠനങ്ങൾ വന്നു തെളിവാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആ പഠനങ്ങളെ എടുത്തുകൊണ്ട് വരും. അതേ സ്ഥാനത്ത് കൃത്യമായ മറ്റു പഠനങ്ങളെ ഇവർ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു തരം ചെറി പിക്കിംഗ് എന്ന് വേണേൽ പറയാം. ആ രൂപത്തിലാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് പിന്നെ എന്തോ സത്യം പരക്കട്ടെ എന്ന യൂട്യൂബ് ചാനലിന് എന്തോ പേര്, സത്യം പരക്കട്ടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കളവും അർദ്ധസത്യങ്ങളുമാണ് അദ്ദേഹം പരത്തുന്നത്. ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാന്ന് വിചാരിക്കണം. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. വലിയ റൂട്ട് കനാൽ ചെയ്യുന്ന ആളുകൾക്ക് ഹൃദ്രോഗങ്ങൾ വരും, ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞു വരും. പക്ഷെ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷെ അത് വലിയ യാഥാർത്ഥ്യം. വലിയ റൂട്ട് കനാൽ ചെയ്യുന്ന ആളുകൾക്ക് പല രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ലാതെ മറ്റ് ആർത്രൈറ്റിസ് പോലെയുള്ള സന്ധിവാദം, അങ്ങനെ നിരവധി രോഗങ്ങൾ റൂട്ട് കനാലുമായി ബന്ധപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ പക്ഷേ വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. പക്ഷേ അത് വലിയ യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ നിരന്തരം ഈ ആധുനിക ലോകത്ത് പല റിസർച്ച് ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പഠനം ഞാൻ ഒരു പക്ഷേ മുമ്പ് പറയാം. ഡോക്ടർ തോമസ് റോ, അദ്ദേഹം 1958 മുതൽ ക്യാൻസർ ക്ലിനിക് നടത്തുന്നതാണ്. അദ്ദേഹം നടത്തിയ 150 സ്ത്രീകളിൽ നടത്തിയ ഒരു പഠനം. 150 സ്ത്രീകൾ അദ്ദേഹം പഠനം നടത്തി. ക്യാൻസർ വന്ന 150 സ്ത്രീകൾ അദ്ദേഹം പഠനം നടത്തിയപ്പോൾ അതിൽ 98 സ്ത്രീകൾ, അതായത് 147 രോഗികൾക്കും സ്ത്രീകൾക്കും ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായ സ്ത്രീകളും അവർ റൂട്ട് കനാൽ ചെയ്ത ആളുകളായി. അവർക്കൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആളുകളാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആളുകൾ ഈ പഠനം നടത്തിയപ്പോൾ അതിൽ 98% ആളുകളും റൂട്ട് കനാൽ ചെയ്തവരായിരുന്നു. അത് ഏതെങ്കിലും ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യുന്നതല്ല ഈ പറയുന്നത്, അവരുടെ ബ്രസ്റ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന, എനർജറ്റിക്കലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പല്ലുണ്ട്, ആ പല്ല് റൂട്ട് കനാൽ ചെയ്തവരായിരുന്നു. ഇത് ശരിക്കും അതൊരു വലിയ പഠനം തന്നെയാണ്. ഡോക്ടർ, ഇദ്ദേഹം ഭയങ്കര കോമഡിയാണ്. അദ്ദേഹം പറഞ്ഞത് പിന്നെ ഒരു പഠനമുണ്ട്, 150 പേഷ്യന്റിൽ നടത്തിയ തോമസ്, എന്താണ് അയാളുടെ പേര്, അദ്ദേഹം 150 പേഷ്യന്റിൽ നടത്തിയ പഠനത്തില് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന എല്ലാവരും റൂട്ട് കനാൽ ചെയ്ത ആളുകളാണ് എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഒരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലുള്ള ഒരു ഫിലിം ഡോക്യുമെന്ററി, റൂട്ട് കോസ് എന്ന ഡോക്യുമെന്ററി ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എടുത്തത്. ഇവരെ അതിനൊരു സയന്റിഫിക് എവിഡൻസും ഇല്ലാന്ന് കൃത്യമായി പറയുകയും അതിന്റെ ഓരോ സംഗതി ഡോക്ടേഴ്സും ഇവൻ IST അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ തള്ളിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓതറൈസ്ഡ് ബോഡീസിനൊക്കെ തള്ളിയിട്ട് 50-60 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു നമ്മളെന്താ പറയാ ഒരു പാളക്കിത്താബ് എന്നൊക്കെ പറയല്ലോ നമ്മുടെ ഭാഷയിൽ, അതിനേക്കാൾ അപ്പുറത്തുള്ള ചില പഠനങ്ങളായിട്ടാണ് വന്നത്. ഡോക്ടർ അത് പരിശോധിച്ചിരുന്നു, എന്താണ് അതിന്റെ വസ്തുത? ഈ സിനിമകളെ കുറിച്ച് പറയുമ്പോഴേ കുറച്ച് ആദ്യം തൊട്ട് പറയണ്ടുണ്ട്. കാരണം വെച്ചാല് ഇപ്പൊ നമുക്കറിയാം ഈ സിനിമകൾ, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ വിവാദമായ ഒരു സിനിമയാണ് കേരള സ്റ്റോറി അല്ലെ. നമുക്കറിയാം ഈ യാഥാർത്ഥ്യവുമായിട്ട് ഇത്രത്തോളം അതിന് അടുപ്പുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു യൂറോപ്യൻ രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ രാജ്യത്തുള്ള ഒരു സാധാരണക്കാരൻ കേരള സ്റ്റോറി കാണുക. അവൻ കേരള സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ഇന്ത്യ എന്ന രാജ്യത്തിന്റെ തെക്കേ ഭാഗത്ത് കന്യാകുമാരിക്ക് അടുത്തായിട്ട് കേരളം എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവനുള്ള പണി അവിടുത്തെ ഹിന്ദുക്കളായ സ്ത്രീകളെ മുഴുവൻ നിർബന്ധിച്ച് മതം മാറ്റിയിട്ട് IS ചേർക്കാൻ വേണ്ടി കൊണ്ടുപോയാലാണ് അടുത്ത പണി. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ആരും പോകുന്നത് എന്നല്ലേ പറയാ അല്ലെ. പക്ഷെ അതിന്റെ വസ്തുത എത്രത്തോളം ഇങ്ങനെയാണ് സിനിമകൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടാകും. പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ വാർത്തകൾ. സിനിമക്കാർക്ക് പൊതുവെയുള്ള ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഒരു കണ്ടന്റ് തെരഞ്ഞു നടക്കുകയാണ്. ഒരു സിനിമയാക്കാൻ പറ്റിയ കണ്ടന്റ് എവിടെ നിന്ന് കിട്ടുന്ന തെരഞ്ഞു നടക്കുന്ന ആൾക്ക് അവർക്ക് ആ വിഷയദാരിദ്ര്യത്തിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ ചെന്നുപെടും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ റൂട്ട് കോസ് പറഞ്ഞ മൂവി. ശരിക്കും യഥാർത്ഥത്തിൽ ഈ അക്യുപങ്ചറിസ്റ്റ് പറയുന്നത് ശരിക്കും അവർക്കും തന്നെ ദാരിദ്ര്യം കൊണ്ടാണ് ഈ ഒരു സിനിമയിൽ അഭയം തേടേണ്ടി വന്നതെന്ന് ഞാൻ പറയും. കാരണം എത്രയോ സ്റ്റഡീസ്, ഇനി അതൊന്നും വേണ്ട, സ്റ്റഡീസ് ഒക്കെ അവിടെ മാറ്റി കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. അവർക്ക് ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് വെച്ചാൽ ഈ റൂട്ട് കനാൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് തന്നെ 1838 റൂട്ട് കനാൽ അടുത്ത കാലത്ത് തുടങ്ങിയ ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ 1700 എഡ്വിൻ
വയനാട് എന്ന് പറഞ്ഞ ആളാണ് ശരിക്കും ഈ ഇന്ന് കാണുന്ന പോലുള്ള റൂട്ട് കനാല് നമ്മള് ഈ ട്രീറ്റ്മെന്റ് തുടങ്ങി വെച്ച് 1838 അടുത്ത കാലത്താണ് ഉണ്ടാവും. പക്ഷെ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വരുന്നത് പറയുന്നത് 3500 BC മുതൽക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഹിപ്പോക്രാറ്റ് 460 BC ഹിപ്പോക്രാറ്റസിന്റെ കാലത്തൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റുകളും എന്ത് ചെയ്യാനുള്ള പരിഹാരങ്ങളൊക്കെ ആലോചിച്ചു തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഇബ്നു സീനയുടെയും അതേപോലെ അബുൽ ഖാസിമിന്റെ ഒക്കെ കാലത്താണ് പിന്നെ ഇതിനുള്ള ചില ചികിത്സകളൊക്കെ ആരംഭിക്കുന്നത്. ഈ കീമോതെറാപ്പിയുടെ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഈ അബുൽ ഖാസിമാണെന്ന് പറഞ്ഞു. ഇപ്പോഴും കീമോതെറാപ്പിന്റെ പിന്നെ അതിന്റെ ഒരു ബേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അബുൽ ഖാസിമിന്റെ ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് ഈ സാധനങ്ങൾ ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അവരുടെ ഒരു ശ്രമമായിരുന്നു. ആ കാലത്ത് അത്രേ അവർക്ക് നോളജ് ഉള്ളൂ എന്ന ഒരു സാധനം. അപ്പൊ ഇത്രയും പഴക്കമുള്ള ഒരു സാധനം ഈ 1838 തുടങ്ങിയ പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കൊണ്ടാണ്. ഇനി ഇത് വേറെ ഒന്നും കൂടി നമുക്ക് ആലോചിച്ച് സാധാ കോമൺ സെൻസിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ റൂട്ട് കനാൽ ചെയ്യുന്ന രോഗിക്ക് ഇപ്പോ ഞാൻ ഇപ്പൊ എന്നോടൊരു സിനിമക്കാരൻ പറയാണ് ഈ റൂട്ട് കനാൽ പിന്നെ ഈ ഓറൽ ക്യാൻസർ പലപ്പോഴും കാണുന്നതാണ് ഞങ്ങൾ. ഈ ഓറൽ ക്യാൻസർ ചായയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പഠനം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ അടുത്ത് വരുന്ന ഓറൽ ക്യാൻസർ പേഷ്യൻസിന്റെ ഫുള്ള് പേര് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അവരോടൊക്കെ സ്റ്റഡി നടത്തും, നിങ്ങൾ ചായ കുടിക്കണം. അപ്പൊ എനിക്ക് അതിന്റെ ബേസിൽ എനിക്ക് എന്റെ സ്റ്റഡി എടുത്ത് എന്റെ പേഷ്യൻസിൽ 99, ചിലപ്പോൾ ഒരാളായിട്ട് ഉണ്ടായിരിക്കും ചായ കുടിക്കാത്തത്. അപ്പൊ എനിക്ക് അതിന്റെ ബേസിൽ എഴുതാം എന്റെ ഓറൽ ക്യാൻസർ വരുന്ന പേഷ്യൻസിൽ 99.9% രോഗികളും ചായ കുടിക്കുന്നവരാണ്. അപ്പൊ എന്തായി, അപ്പൊ ചായയാണ് ഓറൽ ക്യാൻസറിന് കാരണം എന്ന് നമുക്കത് സ്ഥിരീകരിക്കാം. എങ്ങനെയാണല്ലോ സിനിമയും പഠനങ്ങളും വരുന്നത്. ഇതേപോലെ ഇപ്പൊ ഈ പഠനത്തിൽ തന്നെ ഈ പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന അതിന് പഠനം നടത്തി എന്ന് പറയുന്ന ആള് ഈ റൂട്ട് കനാൽ അല്ലാണ്ട് അവിടെ എത്ര കാരണങ്ങൾ വേറെ ബാക്കി കിടക്കുന്നുണ്ട് അല്ലെ? അവര് ഷാമ്പു ഉപയോഗിക്കുന്നവരായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരയും ചായയൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും, അവർ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരായിരിക്കും, അവർ ചെരുപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും, പിന്നെ പലതരം കോസ്മെറ്റിക് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പൊ അതൊന്നും എന്ത് വേണ്ട, ഈ പഠനം നടത്തുന്ന ആൾക്കാർക്ക്, ഞാൻ കുറച്ചുകൂടി സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നു, ഈ പഠനം നടത്തുന്ന ആൾക്കാർക്ക് ഈ റൂട്ട് കനാൽ അല്ലാണ്ട് വേറെ ഒരു കാരണവും ഈ ബ്രസ്റ്റ് ക്യാൻസർ രോഗികളിൽ നിന്ന് അയാൾക്ക് അറിയേണ്ടതില്ല. റൂട്ട് കനാൽ മാത്രമല്ല. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താത്ത ഒരു അസുഖമാണ് ഇപ്പോഴും. 100% അത് ഇപ്പോഴും എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് കൃത്യമായിട്ട് ഇപ്പോഴും. അതുകൊണ്ട് നമ്മൾ എല്ലാറ്റിനെയും സംശയിക്കണം. പഞ്ചസാരയാണോ, പിന്നെ മരുന്നുകളാണോ, പിന്നെ ഷാമ്പു ആണോ, ലിപ്സ്റ്റിക് ആണോ, സോപ്പാണോ, പേസ്റ്റ് ആണോ, കാണുന്നതൊക്കെ ക്യാൻസർ. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഇല്ലാത്തൊരു സാധനം എന്ന് പറയാൻ ശരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അരിയാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്, പിന്നെ ഗോതമ്പ് ക്യാൻസർ ഉണ്ടാക്കുന്നു പറയുന്നു, ചായ ഉണ്ടാക്കുന്നു പറയുന്നു, ചായയിൽ കളർ ഇല്ലാതെ ക്യാൻസർ ഉണ്ടാക്കുന്നു പറയുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസറുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് കണക്ട് ചെയ്യാത്തൊരു സാധനം ഇന്ന് അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബ്രസ്റ്റ് മിൽക്ക് പോലും ക്യാൻസർ ഉണ്ടാക്കുന്നു പറയും. കാരണം ഈ ബ്രസ്റ്റ് മിൽക്കില് അമ്മയുടെ രക്തത്തിലൂടെ DDTയുടെ അംശം വന്നിട്ട് അമ്മിഞ്ഞ പാല് പോലും ക്യാൻസർ ഉണ്ടാക്കുന്നു പറയും. അപ്പൊ നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഇത് ക്യാൻസറിന്റെ കാരണം എന്താന്ന് വ്യക്തമായി തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം ആർക്കും എന്തുമായും അതിനെ ബന്ധപ്പെടുത്താം. അതുപോലെ അപ്പൊ ഒരാള് റൂട്ട് കനാലിനെ ബന്ധപ്പെടുത്തിയപ്പോ എന്നിട്ടും എന്താ പറയാ 100% ആയിട്ടില്ല, ചെറിയ ശതമാനം, കുറച്ച് എത്രയാണ് 97% അല്ലെ, അത്ര ശതമാനമാണ്. ഇനി അതിന്റെ മുമ്പ് ഇനിയും ഈ റൂട്ട് കനാൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോ അതിന്റെ മുമ്പായിട്ട് ഞാൻ റൂട്ട് കനാലിന്റെ ചെറിയൊരു ക്ലിയർ ആണോ സ്ക്രീനിക്ക്? നമ്മുടെ ഫ്രണ്ടിലെ പല്ലിന്റെ
ഒരു ഏകദേശ ഘടനയാണ് ഞാൻ വരച്ചതാണ് കേട്ടോ. അപ്പൊ ഇതില് നമ്മളെ പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും പുറമെ കാണുന്ന ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇതാ ഇവിടെ കാണുന്നത്. അതിന് താഴെയായിട്ട് ഡെന്റിൻ എന്നൊരു ലെയർ ഉണ്ട്. അതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ പൾപ്പ് എന്ന് പറയുന്ന ഈ നടുവിലൂടെ കാണുന്ന ഭാഗം. ഈ സെൻട്രലുള്ള ഭാഗമാണ് പൾപ്പ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഇത്രയും നീളത്തിലുണ്ടാവും, ഇത്രയും ഈ എൻഡ് വരെ ഉണ്ടാവും. അപ്പൊ ഈ നമ്മളെ പല്ലിന്റെ ഈ ഇനാമലില് ഒരു ചെറിയ ബാക്ടീരിയ ആണ് കാരീസ് ആദ്യം തുടങ്ങുന്നത്. ഏറ്റവും മേലുള്ള ലെയർ ഇനാമല്. ഇവിടെ നമ്മൾ ഒരു ഏതാനും ബാക്ടീരിയകൾ ഒരു കാരീസ് തുടങ്ങുകയാണ്. ഈ കാരീസ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കറുത്ത ഭാഗമായിട്ട് ഒരു കുത്തായിട്ട് പല്ലിൽ കാണാൻ കഴിയും. ശേഷം അത് ആ കാരീസ് ആ ഇനാമലിനെ ദ്രവിച്ച് നശിപ്പിച്ച് അടുത്ത ലെയറായ ഡെന്റിൻ എന്ന് പറഞ്ഞ ലെയറിലോട്ട് കിടക്കും. ഈ ഡെന്റിൻ എന്ന് പറഞ്ഞ ലെയറിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു പുളിപ്പൊക്കെ അനുഭവപ്പെടും. അത് നമ്മൾ ചിലപ്പോൾ കേട് വരുന്നവര് പല്ല് പുളിപ്പുണ്ട്, തണുത്ത വെള്ളം തട്ടുമ്പോൾ അല്ലെങ്കിൽ ചൂടുവെള്ളം തട്ടുമ്പോൾ പല്ല് പുളിക്കുന്നു എന്നൊക്കെ പറയുന്നു. ശേഷം ഈ ബാക്ടീരിയ തന്നെ ഈ പൾപ്പ് എന്ന ഭാഗത്തേക്ക് കിടക്കും. അവിടെയാണ് നമ്മുടെ ശരീരത്തിന് വേദന അറിയുന്ന പ്രധാന ഭാഗം, പല്ലിന്റെ ജീവനുള്ള ഭാഗം എന്നൊക്കെ നമ്മൾ പറയുന്ന പൾപ്പ്, മജ്ജ എന്നൊക്കെ പറയുന്നത്. ഈ പൾപ്പിലോട്ട് എത്തിയ ബാക്ടീരിയ എന്ത് ചെയ്യും? ഈ പൾപ്പിനെ തിന്ന് നശിപ്പിക്കും. ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു മാംസം നമ്മൾ പുറത്ത് വെച്ച മാംസം എങ്ങനെയാണ് ചീഞ്ഞു പോകുന്നത്, ഇതുപോലെ ഈ ഡെന്റൽ പൾപ്പ് ടിഷ്യൂവിനെ ഒരു ബാക്ടീരിയ നശിപ്പിച്ചിട്ട് ഈ പൾപ്പ് അങ്ങ് ഡെഡാവും. പൾപ്പ് മൊത്തം ഡെഡാവും. ഈ പൾപ്പ് ഡെഡായ പൾപ്പിനെ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഈ സ്റ്റേജിലാണ് ഈ പൾപ്പ് ഡെഡായിട്ട് പിന്നെ ആ ബാക്ടീരിയ ഈ പല്ലിന്റെ ഏറ്റവും മേലുള്ള അപ്പെക്സ് എന്ന് പറയും നമ്മള് ഈ ഭാഗത്തേക്ക് പോകും. അവിടെയാണ് നമ്മളെ രക്തക്കുഴലുകളൊക്കെ പോകുന്നതും ഒക്കെ ആയിട്ട് ഈ പല്ലുകളെ ഈ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാവും. അതിന് ചെറിയ ബ്രാഞ്ചുകൾ ഈ അപ്പെക്സിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ഫൊറാമൻ എന്ന് പറയും, ചെറിയൊരു ദ്വാരം ഉണ്ടാവും. അതായത് 0.3 മില്ലിമീറ്റർ ഒക്കെ, 0.3-0.4 മില്ലി, ഒരു നൂലിന്റെ വണ്ണത്തിലുള്ള ഒരു ദ്വാരത്തിലൂടെയാണ് ഈ പല്ലിന്റെ പൾപ്പുക്കുള്ള രക്തക്കുഴലുകൾ മുഴുവൻ വരുന്നത്. അതിലൂടെയാണ് പല്ലിലുള്ള നരമ്പുകളും ഒരു നൂലിന്റെ വണ്ണത്തിലൂടെ അത്രയും ചെറുതാണ്. അപ്പൊ ഈ ബാക്ടീരിയ ഇതിനൊക്കെ നശിപ്പിക്കും. ഈ സ്റ്റേജിൽ ഈ ബാക്ടീരിയ പിന്നെ ഈ അപ്പെക്സും അപ്പൊ ഈ ഭാഗത്തിനും പൾപ്പ് ഭാഗം നശിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേലോട്ട് ഈ ഭാഗത്തേക്ക് ബാക്ടീരിയ കിടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് നമ്മൾ ഇറിവേഴ്സിബിൾ പൾപ്പേഷൻ എന്ന് പറയും. കാരണം പിന്നെ ഈ പൾപ്പേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഈ അതിന്റെ മേലേക്കുള്ള ടിഷ്യൂ ഭാഗങ്ങളെയും കൂടി ബാക്ടീരിയ ആക്രമിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് അസഹ്യമായ വേദന പിന്നെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ പൾപ്പ് ഡെഡായി അതിന്റെ മേലക്കും ഇൻഫെക്ഷൻ തുടരുകയാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമ്മൾ ശരിക്കും ഒരു റൂട്ട് കനാൽ ചെയ്യുന്നത്. അപ്പൊ റൂട്ട് കനാൽ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പൾപ്പ് ഭാഗം പ്രത്യേക ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് ഈ അടിയിലുള്ള കേട് വന്ന ഭാഗത്തിലൂടെ തന്നെ റിമൂവ് ചെയ്യും. ഈ പൾപ്പ് ഭാഗം ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ഈ കനാലിൽ, ഇത് ഒരു കനാലായിട്ട് കാണാം, ഈ കനാലിന്റെ ഉള്ളിൽ നമ്മൾ പിന്നെ ചില മെഡിക്കമെന്റ്സ് ഒക്കെ വെക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പെക്സ് ഭാഗത്തേക്കുള്ള രോഗാണുക്കളൊക്കെ ഈ ഒരു മെഡിക്കമെന്റ്സ് കാരണം നശിച്ചു പോകും. അങ്ങനെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് അതെല്ലാം ഹീൽ ചെയ്ത് ഏകദേശം 1-2 ആഴ്ചയൊക്കെ സമയമൊക്കെ കൊടുത്തിട്ടാണ് പലപ്പോഴും അത്തരം കേസുകൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുക. എന്നിട്ട് ഈ പൾപ്പ് ഭാഗത്ത് നമ്മൾ ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് വെക്കും. ഈ പൾപ്പിന്റെ ഭാഗത്ത് ഈ ഫില്ല് ചെയ്ത് വെച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവിടുത്തെ ഈ ഇൻഫെക്ഷൻ ഒക്കെ കൺട്രോളായി ഈ പല്ലിന്റെ നമ്മൾ ഈ മെറ്റീരിയൽ ഫില്ലിങ് ചെയ്ത് വെക്കുന്ന ഈ അറ്റത്ത് കുറച്ചൊന്നും മാറ്റിയിട്ടാണ് ഒരു 0.5 മില്ലിമീറ്റർ താഴെയായിട്ടാണ് വെക്കുക. അവിടെ ക്രമേണ അങ്ങോട്ട് കാൽസിഫിക്കേഷൻ എന്ന് പറയും. അതായത് അവിടെ ഒരു ഹാർഡ് മെറ്റീരിയൽ കാൽസിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ എല്ല് പോലെ തന്നെ അത് അങ്ങോട്ട് ജോയിൻ ചെയ്യും. ആ ഫൊറാമൻ അങ്ങോട്ട് അടഞ്ഞു പോകും. ശരിക്കും പറഞ്ഞു ആ നരമ്പുകൾ ഇതൊക്കെ വന്നിരുന്ന ആ ഒരു കനാലുണ്ടല്ലോ അവിടെ അടഞ്ഞ് കാൽസിഫൈ ചെയ്ത്, അപ്പൊ ഈ ഫില്ലിംഗ് മെറ്റീരിയൽ പിന്നെ ശരീരവുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. സാധാരണഗതിയിൽ ഈ ഫില്ലിംഗ് മെറ്റീരിയൽ ഇവിടെ അടഞ്ഞ് അവിടെ ക്ലോസ് ചെയ്തു, ആ ഇൻഫെക്ഷൻ ഒക്കെ അവിടുന്ന് പോയി. ഈ ഫില്ലിംഗ് മെറ്റീരിയൽ പിന്നെ ശരീരവുമായി ബന്ധമില്ല, കാരണം ഈ പല്ലിന്റെ ഉള്ളിലാണ് ഇത് കിടക്കുന്നത്. ഇവിടെ കാൽസിഫിക്കേഷനുമായി. അങ്ങനെയാണ് ഇത് ഇത്തരത്തിലാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്.
അപ്പൊ ഈ റൂട്ട് കനാൽ ചെയ്യുന്ന പല്ല് അതോടുകൂടി പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് അതിന് പുളിപ്പോ വേദന ഒന്നും അനുഭവപ്പെടില്ല. ഇവിടുത്തെ ഇൻഫെക്ഷൻ ഒക്കെ കൺട്രോൾ ആയി അങ്ങനെ അവിടെ പല്ല് അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിന്റെ ഈ പല്ലിന് കുറച്ച് ബലം കുറവായിരിക്കും, അതിന് നമ്മൾ അതിന്റെ പല്ലിന്റെ കാണുന്ന ഭാഗത്ത് നമ്മൾ ഒരു പിന്നെ കവറിങ് കൊടുക്കുകയും ചെയ്യും, അത് പൊട്ടി പോവാതിരിക്കും. അത്രയാണ് ഈ റൂട്ട് കനാൽ എന്ന് ട്രീറ്റ്മെന്റ് പറയുന്നത്. പക്ഷേ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പല്ലിന്റെ അപ്പക്സ് ഭാഗത്ത് ഉള്ള ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ കൂടുതൽ പിന്നെ ക്ലിയർ ആക്കി ഹീൽ ചെയ്യാൻ സമയം കൊടുത്തിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്യുന്നത്. റൂട്ട് കനാൽ സാധാരണ 2 weeks എങ്കിലും എടുത്തിട്ടാണ് ചെയ്യുക. ഇനി നമ്മൾ ഈ പല്ലിനെ എടുത്ത് കളയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഏറ്റവും മുകൾ ഭാഗത്ത് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടാണ് ചിലപ്പോൾ റൗണ്ടിൽ നമ്മൾ എക്സ്റേയിൽ പോലും കാണാൻ കഴിയും, ഒരു റൗണ്ട് ലീഷൻ ആയിട്ട് അവിടെ കാണാൻ കഴിയും, ആബ്സസ് ഒക്കെ വരും. പിന്നെ പല്ല് രോഗിക്ക് അത്യാവശ്യം കാരണം ഇത് ആഴ്ചകൾ എടുത്തിട്ട് ഹീൽ ചെയ്യുന്നതാണ്. നമ്മൾ പെട്ടെന്ന് പല്ലെടുത്ത് കളയുമ്പോൾ അപ്പോഴാണ് അവിടെ കൂടുതൽ രോഗാണുക്കൾ അവിടെ കിടക്കാൻ ചാൻസ് കൂടുതലാണ് ഈ പല്ല് പെട്ടെന്ന് എടുത്ത് മാറ്റുമ്പോഴേ. ഇനി എന്താണ് അടുത്ത് പിന്നെ പറയാനുള്ളത്? ഇനി എന്താണ് ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ഇത്തരം പഠനങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ സയന്റിഫിക്കലി ഒരു ബേസും ഇല്ലാണ്ട് പിന്നെ സിനിമാ കഥകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, എന്നാൽ അവർക്ക് അതുകൊണ്ട് സാമ്പത്തിക ലാഭമാണ്. അക്യുപങ്ക്ചർ പോലെ തന്നെ ഈ തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർക്ക് സുഖം. ഇനി ഈ പല്ലുകളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്? അപ്പൊ നമ്മളിവിടെ ഇൻഫെക്ഷൻ വന്നു, ഇവിടെ പൾപ്പിലൊക്കെ ഇൻഫെക്ഷൻ വന്നു, ഇവിടെ വന്നു. ഇപ്പൊ ഈ ബിരിയാണി നേരത്തെ പറഞ്ഞതുപോലെ, മുമ്പ് പറഞ്ഞ പോലെ പല്ലെടുത്ത് കളയണ്ട, എന്താ സംഭവിക്കുക? അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. കളയാനും പാടില്ല, റൂട്ട് കനാൽ ചെയ്യാനും പാടില്ല, ചെയ്യാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിന് ഒരുപാടുണ്ട്. ചിലർ വിചാരിക്കും ആ ഒരു പല്ലുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് മാക്സിമം, ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ഇന്ന് ഡെന്റിസ്റ്റുകൾ ഒരുപാടുള്ളതും പലതരം ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് മാരകമായ അവസ്ഥയിലുള്ള രോഗങ്ങളൊന്നും ഡെന്റൽ പല്ലുകൊണ്ട് കാണാത്തത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ചിലപ്പോൾ ഞാൻ തന്നെ എന്റെ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള കേസ്. ഇപ്പൊ ലുഡ്വിഗ് സഞ്ജയൻ, എന്റെ ചിത്രം ഞാൻ കൊടുത്തിരുന്നു. നമ്മുടെ പല്ലുവേദന വന്നിട്ട് താടിയെല്ലിന്റെ 2 ഭാഗം, എന്റെ ചിത്രം ഞാൻ തന്നിരുന്നു നേരത്തെ, അവിടെ ഉണ്ടാവും. ഇതാണ് ലുഡ്വിഗ് സഞ്ജയൻ. ഈ ലുഡ്വിഗ് സഞ്ജയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുഖം വീർത്ത് രോഗിക്ക് ഇത് ഒരു ഒറ്റ പല്ലിൽ നിന്ന് വരുന്നതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ പല്ല് കേടായ പല്ലുമെന്നാണ് ഇത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥയിലോട്ട് ഒരു രോഗി മാറുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പല്ലിൽ കേടുവന്ന കുറ്റിപ്പല്ലിൽ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് അത് താടിയലിന്റെ മറ്റേ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് അവിടെ വീർത്ത് വന്ന് അവസാനം ശ്വാസതടസ്സം അനുഭവപ്പെടുകയാണ് രോഗിക്ക്. ഞാൻ എന്റെ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് ഇത്തരത്തിലുള്ള രോഗിയെ ട്രീറ്റ് ചെയ്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത് കുറച്ചകറ്റി അധികം ചികിത്സിക്കാത്ത ഒരു ഫാമിലി എന്നുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവസാനം ഞാൻ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ ആക്സസ് നമ്മള് അത് ഈ വീർത്തിരിക്കുന്ന സാധനത്തിന്റെ ഉള്ളിൽ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ചലം കെട്ടി നിൽക്കണം. അത് നമ്മൾ അതിന്റെ പ്രത്യേക ബ്ലേഡ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, പൈപ്പ് തുറന്നിട്ട പോലെ ആ ലീഷന്റെ ഉള്ളിൽ നിന്ന് ചലം പുറത്ത് വരികയാണ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ അക്യുപഞ്ചറുകാരുടെ വാദം കേട്ട് ഒരാൾ പല്ല് പറിക്കാനും റൂട്ട് കനാൽ ചെയ്യാനും വരാവുന്ന അപകടങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഡെന്റൽ ആക്സിസ് എന്ന് പറയും. ഞാൻ ഇതുപോലെ തന്നെ വീങ്ങിയിട്ട് വരും പലപ്പോഴും. ഡെന്റൽ ആക്സിസ് വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ്. ചിലപ്പം അത് കൂടുതൽ അവിടെ നിന്നാലും ചിലപ്പം അടുത്തുള്ള പല്ലുകൾക്ക് കൂടി അത് ബാധിക്കും. തൊട്ടടുത്തുള്ള നല്ല പല്ലിലും ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നിട്ട് അതിന്റെ പൾപ്പും ഈ കാരീസ് വരാണ്ടെയും പല്ല് നശിക്കാം. കാരണം തൊട്ടടുത്ത പല്ലിന്റെ പേരിൽ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് രോഗാണുക്കൾ അടുത്ത പല്ലിലേക്ക് കടക്കാം. ഈ ആക്സിസിലൂടെ ഡോക്ടർ കാണിച്ചത് അതാണോ? ഈ പിക്ചറിൽ ഡോക്ടർ കാണിച്ചത് അതാണോ? അല്ല, ഇത് ക്യാൻസറിന്റെ ഇതിനു മുമ്പത്തെ ചിത്രം. ഇതാണ് ഇത് ഡെന്റൽ ആക്സസ്. ഇത് ഒരു രോഗിന്റെ പാലറ്റിൽ വന്ന ആക്സസ് ആണ് ഇത് കാണുന്നത്.
ഇത് ഒരു പല്ലുമെന്ന് വന്ന് ചിലപ്പോൾ അടുത്ത പല്ലിലോട്ടും ആയി, അങ്ങനെ ചിലപ്പോൾ തൊട്ടടുത്തുള്ള പല്ലൊക്കെ ആയി ഇൻഫെക്റ്റഡ് ആയിട്ട് അത് നശിച്ചു പോവാണ്. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? കേടുവന്ന ഒരു പല്ല് സമയത്ത് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ആ ഒരു ഭാഗം ഒന്നായിട്ട് ഇൻഫെക്ഷൻ വന്ന് വീർത്തിരിക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ലുഡ്വിഗ് സഞ്ചിന്ന് പറഞ്ഞ സ്റ്റേജിക്കും ഇതിമെന്ന് എത്തും, അല്ലെങ്കിൽ അടുത്തുള്ള പല്ലുകളൊക്കെ കേടുവരും. പിന്നെ അത് ഇനി ചില സമയത്ത് ചിലർക്ക് വീർത്തിട്ട് അത് പൊട്ടും, ഈ ആക്സസ് ആയിട്ട് റപ്ചർ ആകും. റപ്ചർ ആയിട്ട് മുഖത്ത് വലിയ കലയായിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ വലിയൊരു കല ഉണ്ടാവും. ആ പൊട്ടിയതിന്റെ കല എവിടേക്കാ പൊട്ടിയതെന്ന് പറയാൻ പറ്റില്ല. അത് ഡോക്ടർ അടുത്ത് വരികയാണെങ്കിൽ ഡോക്ടർ അത് പ്രത്യേകമായിട്ട് കാണാത്ത ഭാഗത്ത് കൂടി അത് പൊട്ടിച്ച് കളയും. അപ്പൊ അതിന് വലിയ കലയൊന്നും ഉണ്ടാവില്ല. ബ്ലേഡ് കൊണ്ട് ഇതിന്റെ കറക്റ്റ് പോയിന്റ് ഉണ്ട്, നമുക്ക് നോക്കിയാൽ കാണുന്ന ഭാഗത്ത് നിന്ന് മാറിയിട്ട് നമ്മളെ താടിയലിന്റെ താഴത്തെ ഭാഗത്താണ്. പക്ഷെ അത് പൊട്ടുമ്പോ നമുക്ക് എവിടേക്കാ പൊട്ടുകയെന്ന് പറയാം. അത് ചിലപ്പോൾ കാണുന്ന ഭാഗത്താവും, മേൽഭാഗത്താവും, പല ഭാഗത്തേക്കും. അതേപോലെ തന്നെ ചിലത് നമ്മൾ വീക്കം കാണുമ്പോൾ വായിലൂടെ ഉള്ളുന്ന് അതിനെ നമ്മൾ കുത്തിയിട്ട് എടുത്ത് കളയുക ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ മുറിവ് ഒരിക്കലും കാണില്ല, വായിലെ മുറിവല്ലാതെ അങ്ങോട്ട് ഉണങ്ങി പോവുകയും ചെയ്യും. പിന്നെ അതേ സാധനം നമ്മൾ വീർത്ത് ഒന്ന് പുറത്തേക്ക് പൊട്ടുകയും ചെയ്യും. ഇതൊക്കെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഒരുപാട് അങ്ങനത്തെ സംശയിക്കാനുള്ള ഇവരിപ്പോ പറയുന്നത് റൂട്ട് കനാൽ ചെയ്താല് പല ട്രീറ്റ്മെന്റ് എടുത്താൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നാണല്ലോ. ഈ ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നാൽ അത് ഓറൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെ? ആവശ്യത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നാൽ അത് ഓറൽ ക്യാൻസർ ഒക്കെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഇനി ക്യാൻസർ വരുന്നതാണ് അടുത്ത ചിത്രം ഞാൻ തന്നത്. പിന്നെ ഈ നമ്മളെ ഈ കേടുവന്ന പല്ല് പൊട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ നാവിലോ അല്ലെങ്കിൽ കവിളത്തൊക്കെ കോറിപ്പോകും. പിന്നെ അതാണ് ഞാൻ തന്ന ലാസ്റ്റ് ചിത്രം. ഈ ചിത്രത്തിൽ കാണാം ശരിക്കും ഇത് നാവിന്റെ സൈഡില് ഒരു മുറിവായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവര് പറയുന്നത് പോലെ റൂട്ട് കനാലും ചെയ്യേണ്ട, പല്ലെടുത്ത് മാറ്റുകയും ചെയ്യേണ്ട, അങ്ങനെയാവുമ്പോൾ പിന്നെ വരുന്നതാണ് ഈ സംഭവം. പിന്നെ അത് എല്ലാവർക്കും വന്നോളുന്നില്ല. ചിലർക്ക് പല്ലും ഫുള്ള് ദ്രവിച്ചു പോയിക്കണമെങ്കിൽ ചിലപ്പോൾ വരില്ല. പക്ഷെ ചിലർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേട് വന്ന പല്ല് പൊട്ടുമ്പോ അതിന് മൂർച്ചയുള്ള ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ഇത് ഞാനിപ്പോ ഒരു കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ട് ഇതുപോലെ ഈ സെയിം പിക്ചറുള്ള ഒരു സ്ത്രീയുടെ ഒരു ടങ്ങിൽ ഇതുപോലെ വന്നു സെയിം. അപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ അത് ട്രീറ്റ്മെന്റ് കൊടുത്ത് റൂട്ട് കനാൽ എന്ത് ചെയ്ത് ആ പല്ല് റെഡിയാക്കി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല്ല് സേവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ പല്ല് എടുത്ത് കളയുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പല്ല് അവിടുന്ന് പെട്ടെന്ന് ആ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്യാൻസർ ആണോ അല്ലയോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് ബയോപ്സി എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ലാബിലോട്ട് അയച്ചാൽ മാത്രമേ നമുക്കത് ഒരു മാലിഗ്നൻസി, ഒരു ക്യാൻസർ ആയിട്ടുണ്ടോ അതെന്നുള്ളത് മനസ്സിലാവും. പക്ഷെ നമ്മൾ കാണുന്ന മാത്രമേ നമ്മൾ പല്ലിന്റെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഒരു കേസ് ഇപ്പൊ നാവില് ഇപ്പൊ പേഷ്യന്റ് ആകെ പറയാൻ എന്റെ ഒരു മൂർച്ചയുള്ള പല്ലുണ്ട്, അത് നാവിലത്തിരി കോറിയിട്ട് അവിടെ ഇത്തിരി വേദന, അല്ലെങ്കിൽ അവിടെ ഒരു മുറിവ് വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു കേസ് ഒരു അക്യുപഞ്ചറിസ്റ്റിന്റെ അടുത്ത് വന്നാൽ എന്താ ചെയ്യാം? പ്രത്യേകിച്ച് ഈ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ. ഒരു എഡ്യൂക്കേറ്റഡ് ആയ അക്യുപഞ്ചറിസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും. കാരണം എന്താ? അയാൾ പാത്തോളജി സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. ഷാർപ്പ് ടൂത്ത് ക്യാൻസറിന്റെ ഒരു കാരണമാണ്, അയാൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു സിംഗിൾ നീഡിൽ അക്യുപഞ്ചറിൽ എന്താ ചെയ്യുക? അവൻ എപ്പോഴും വിരലിൽ കുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളെ നാവിലെ വേദന ഞാൻ മാറ്റിത്തരാം, പിന്നെ അത് കയ്യിന്റെ വിരലിൽ സൂചി കുത്തി കഴിഞ്ഞാൽ നിങ്ങളെ മുറിവ് മാറും, വേദന മാറും. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോ ഇന്ന് കണ്ടു കഴിഞ്ഞാല് ഒരാഴ്ച ചിലപ്പോൾ അത് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അത് ക്യാൻസറായി മാറി. ക്യാൻസറായി മാറി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പൊ ആദ്യം ഒരു അൾസറേഷൻ ആണ് കാണുക, പിന്നെ നമ്മൾ പറയാം അതിന്റെ സെക്കൻഡ് സ്റ്റേജിൽ ഒരു ഇൻഡ്യൂറേഷൻ പറയാം, ഒരു തിക്കായിട്ട് വരുന്നത്. അങ്ങനെയായി ലാസ്റ്റ് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ക്യാൻസർ ആയി. അപ്പൊ നമ്മൾ കാണുന്ന മാത്രമേ അത് പല്ല് കറക്റ്റ് ചെയ്തതിനു ശേഷമാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ രീതിക്കും പോകാറ്. പിന്നെ നമ്മൾ അതിനെ ചെറിയ സ്റ്റാർട്ടിങ് ഉള്ളൂ എന്ന് തോന്നിയാൽ നമ്മൾ ആ പല്ല് റിമൂവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ പല്ലിന്റെ ഷാർപ്നെസ് കറക്റ്റ് ചെയ്തിട്ടോ നമ്മൾ ഒരാഴ്ച നോക്കും. അപ്പൊ ചില സ്റ്റാർട്ടിങ് അൾസർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതങ്ങ് ഹീൽ ചെയ്ത് പോകും. ഹീൽ ചെയ്തിട്ടുള്ള പിന്നെ നമ്മൾ ബയോപ്സി ഒക്കെ ചെയ്തിട്ട് അത് അതിന്റെ സ്പെഷ്യാലിറ്റിക്കൊക്കെ വിട്ടിട്ട് അത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ സാധനം അവരാണെങ്കിൽ എന്താ ചെയ്യുക? കൈവല്ലിൽ സൂചി കുത്തിയിട്ട് കുറെ ദിവസം അങ്ങനെ കൊണ്ടു നടക്കും. അങ്ങനെ ഒരു പക്ഷേ രോഗി വന്നിട്ടുണ്ടാവും ചെറിയൊരു മുറിവായിട്ടായിരിക്കും. അങ്ങനെ ഇവര് ചിലപ്പം പറയും അത് ഒരു 6 മാസം ട്രീറ്റ്മെന്റ് ആണ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. അപ്പോഴേക്ക് എന്ത് ചെയ്യും?
ഈ ഒരു ചെറിയ മുറിവായി തെളിഞ്ഞ സാധനം ക്യാൻസർ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ റൂട്ട് കനാൽ ചെയ്തില്ലെങ്കിലും ക്യാൻസർ ആയി മാറാനുള്ള ഒരു ചാൻസ് അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ ഇനി അവിടെയും കഴിഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പല്ലിന്റെ അപ്പെക്സില് നമ്മൾ ഇൻഫെക്ഷൻ റൂട്ട് കനാൽ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇൻഫെക്ഷൻ വലുതായിട്ട് വരും. അതിന് നമ്മൾ സിസ്റ്റ് എന്ന് പറയും സാധനം, ഒരു മുഴ പോലെ. അതിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ആയിരിക്കും, സിസ്റ്റ് ആയി മാറും. ഈ സിസ്റ്റ് എന്ത് ചെയ്യും, അത് ഒന്നും ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യണില്ലല്ലോ. ഈ സിസ്റ്റ് വലുതായി ഇപ്പൊ സിസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കി തന്നെ, ഓറൽ സിസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കി കാണാം. ഈ സിസ്റ്റ് വലുതായി ചിലപ്പോൾ അത് വലിയൊരു മാങ്ങന്റെ സൈസിലൊക്കെ ആയത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളെ താടിയെല്ലിന്റെ ഒരു ഭാഗത്തേക്ക് ഒന്നായിട്ട് വീർത്ത് ഒരു സിസ്റ്റ് ആയി വരും. പക്ഷെ ഈ സിസ്റ്റ് ആകുന്ന സമയത്ത് ചിലപ്പോൾ രോഗിക്ക് പെട്ടെന്ന് പെയിൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ സിസ്റ്റിന്റെ ഉള്ളില് ഒരു ഫ്ലൂയിഡ് ആയിരിക്കും, അതിന് ചുറ്റിയിട്ട് ഒരു എപ്പിത്തീലിയം എന്ന് പറയും, ഒരു കോശങ്ങളുടെ ഒരു എല്ലിന്റെ ഉള്ളിലായിട്ട് ഒരു ഫ്ലൂയിഡ്. ഈ സിസ്റ്റും ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്യാൻസർ ആയി. അങ്ങനെയുള്ള ഒരുപാട് ക്യാൻസേഴ്സ്, അത് ഒന്നും രണ്ടും ടൈപ്പൊന്നുമില്ല, ഒരുപാട് ടൈപ്പുണ്ട്. ഓപ്പോസി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കെററ്റോസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിസ്റ്റ് ഉണ്ട്. അതും ക്യാൻസറിലോട്ട് നയിക്കുന്ന ഒരു കാരണമാണ്. അതും നമ്മൾ വിചാരിക്കും ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അല്ല, മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ മതി, ഈ കേസൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണാൻ. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ ദിവസവും ഓരോ കേസൊക്കെ ഇങ്ങനത്തത് കാണും. സിസ്റ്റ് വന്നിട്ട് ക്യാൻസർ, അതിൽ ക്യാൻസർ ആയത്, അല്ലെങ്കിൽ ഷാർപ്പ് ടൂത്തിന് ക്യാൻസർ ആയത്, പിന്നെ അതേപോലെ തന്നെ ഈ മറ്റ് സിസ്റ്റുകളായിട്ട് ഓരോ, അതേപോലെ ആബ്സസ് വന്ന് വീർത്തത്. ഇവരൊക്കെ ഈ ചങ്ങായിമാരൊക്കെ എന്റെ അഭിപ്രായത്തില് ഒരു 1-2 ദിവസം ആ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വന്ന് അതിലൂടെ ഒക്കെ ഒന്ന് പോയാൽ മതി, ഇതൊക്കെ മനസ്സിലാവാൻ ശരിക്കും പറഞ്ഞു. അത് വിവരം പോലും ഇല്ലായിരുന്നു. കാരണം അതുകൊണ്ടാണ് ഇവര് പറയുന്നത് പലരും ജനങ്ങൾ അംഗീകരിക്കാത്തത്. കാരണം എന്താ, ജനങ്ങൾക്ക് ഇതൊക്കെ കുറച്ചൊക്കെ കണ്ട് പരിചയമുണ്ട്. ഇവരിങ്ങനെ പറഞ്ഞിട്ടൊന്നും ആരും പല്ലേ കളിക്കൊന്നുമില്ല, തൊഴിൽക്കനാൽ ചെയ്യാതിരിക്കില്ല. ഞാൻ പറഞ്ഞത് സ്കൂളിലെ പടി കാണാത്തവരാണ് മെഡിക്കൽ കോളേജിന്റെ പടി കാണണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇപ്പൊ ഇത്രയും വിശദീകരിച്ചത് സാധാരണക്കാരന്റെ അപകടം മനസ്സിലാവാനാണ്. റൂട്ട് കനാൽ എന്താണെന്നും കൃത്യസമയത്ത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന അപകടം എന്താണെന്നും ഒരു പക്ഷെ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ട് എന്നും സാധാരണക്കാർ ആളുകളെ ബോധ്യപ്പെടുത്താനാണ് ഡോക്ടർ ഇത്രയും വിശദീകരിച്ചത്. അതായത് ഇതേ സ്ഥാനത്ത് ഇവർ പറയുന്നത് എന്താണ്, റൂട്ട് കനാൽ ചെയ്താലാണ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഉടായ്പ് സ്റ്റഡിയുമായിട്ട് വന്നതാണ് 1950-കളിലെ. ആ സ്റ്റഡി ഒരു സിനിമയാണ്. ആ സിനിമ ഈ കംപ്ലൈന്റ് വന്നപ്പോൾ അതിന് ഒരു എവിഡൻസ് ഇല്ലാതുകൊണ്ട് 2019 നെറ്റ്ഫ്ലിക്സ് തന്നെ വിഡ്രോ ചെയ്ത സിനിമയാണ്. മാത്രമല്ല എല്ലാ ഡെന്റൽ അസോസിയേഷൻ ഒക്കെ ഇതിന് 0 എവിഡൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിഡ്രോ ചെയ്ത സിനിമയാണ്. അതാണ് ഇവരുടെ ഒരു ബേസ് ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു പൊള്ളത്തരം എത്ര ഉണ്ടെന്ന് നോക്കിയാൽ, പല്ല് വന്നാല് പറിക്കാൻ പാടില്ല, റൂട്ട് കനാൽ ചെയ്യാൻ പാടില്ല, എന്നിട്ട് ആ പേഷ്യന്റ് ഇങ്ങനെ എത്ര കോംപ്ലിക്കേഷൻ ആയി നരകിച്ച്, അങ്ങനത്തെ ഒരുപാട് കേസ് ഓരോ ഇതിനും ആവശ്യമായ ട്രീറ്റ്മെന്റ് എടുക്കാതെ പേഷ്യന്റ് നരകിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്റ്റഡി പറയുന്നത്, എറിക് ജേക്കബ് തന്നെ ഒരു എപ്പിഡമോളജിസ്റ്റ് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അയാള് പറയുന്നത് സാധാരണ ഡെന്റൽ ട്രീറ്റ്മെന്റ് റൂട്ട് കനാലൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ ക്യാൻസർ കുറവാണെന്ന് പറയുന്നത്. അതൊരു സയന്റിഫിക് സ്റ്റഡി, എപ്പിഡമോളജിസ്റ്റ് സ്റ്റഡി ചെയ്തതാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ടൂത്ത് അതിൽ ഫില്ലിങ് റൂട്ട് കനാലൊക്കെ ചെയ്യുന്നവർ അവരെ ഹെൽത്തിൽ കെയർ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ക്യാൻസർ കുറവാണെന്നാണ് ഒരു സ്റ്റഡി പറയുന്നത്. അല്ല, സയൻസുകാരൻ അങ്ങനെയാണല്ലോ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും പുതിയ നിഗമനങ്ങൾ എത്തുകയും ചെയ്യുന്നതാണ് സയൻസ്. അതാണ് സയന്റിഫിക് മെത്തേഡ്. ഇതൊന്നും അറിയാത്ത 1960-കളിലെയും 50-കളിലെയും പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇയാൾ കണ്ടിന്യൂ ചെയ്യാം ഡോക്ടർ, അതിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഞാൻ അടുത്തത് പ്ലേ ചെയ്യാം. ഒരു പഠനം ഡോക്ടർ തോമസ് ഇ ലെവി അദ്ദേഹം നടത്തിയ ഒരു പഠനം 101 രോഗികളാണ്. ഓക്കെ, മയോകാർഡിയൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഒക്ലൂഡഡ് കൊറോണറി ആർട്ടറീസ് പോലെയുള്ള ഹൃദ്രോഗങ്ങളുള്ള 101 രോഗികളിൽ അദ്ദേഹം ഈ ഒരു പരീക്ഷണം നടത്തി. ഈ പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് അതിൽ 78% രോഗികളിലും റൂട്ട് കനാൽ ചെയ്ത പല്ലുകളിൽ നിന്ന് വരുന്ന ബയോടോക്സിനുകൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതായത് ഈ 101 ഹൃദ്രോഗികളിലും റൂട്ട് കനാലിൽ നിന്ന് വരുന്ന ബയോടോക്സിനുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. മറ്റൊരു സ്റ്റഡിയുമായിട്ടാണ് അദ്ദേഹം വന്നത്. പിന്നെ 78% പേഷ്യന്റില്, റൂട്ട് കനാൽ ചെയ്ത പേഷ്യന്റില്, MI പേഷ്യന്റില് ഒക്കെ, ഹാർട്ട് പേഷ്യന്റില് ഇതൊരു ടോക്സിൻസ് കണ്ടെത്തി ആ റൂട്ട് കനാൽ ചെയ്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം സ്റ്റഡി പറയുന്നത്. എന്താണ് അതിന്റെ വസ്തുത? ഈ റൂട്ട് കനാൽ ഇൻഫെക്ഷന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റൂട്ട് കനാൽ ചെയ്യേണ്ട റൂട്ട് കനാൽ ചെയ്തില്ലെങ്കിൽ അതൊരു ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. സാധാരണ കാർഡിയോളജിസ്റ്റുകൾ വളരെ എപ്പോഴും ഡെന്റിസ്റ്റുകളുടെ അടുത്തേക്ക് അവരുടെ രോഗികളെ റെഫർ ചെയ്യുന്നതാണ്. ഈ പേഷ്യന്റില്
എന്തെങ്കിലും ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ ഇല്ല എന്ന് കൺഫേം ചെയ്യണം. കാരണം എന്താ, ഒരു റൂട്ട് കനാൽ ചെയ്യാതെ ഒരു പല്ല് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. ഏത് റൂട്ട് കനാൽ ചെയ്ത പല്ലല്ല കേട്ടോ. അപ്പോ നമ്മള് ഒരു ഇൻഫെക്റ്റഡ് ടൂത്ത് എപ്പോഴും ഒരു ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഈ കാർഡിയോളജിസ്റ്റുകൾ സാധാരണ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും അവരെ രോഗികളെ. ഒരുവിധം എല്ലാ കാർഡിയോളജിസ്റ്റുകളും ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് സർജറി ഒക്കെ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്യാത്ത പല്ലിന്നാണ് അവിടെ ഇൻഫെക്ഷൻ കിട്ടും, സയന്റിഫിക്കലി അങ്ങനെയാണ്. പിന്നെ ഈ റൂട്ട് കനാലിന് പിന്നെ ഇൻഫെക്ഷന് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഹാർട്ടിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ പോലെയുള്ള ഒരു തരം രോഗമുണ്ട്. അതായത് ചില ടോക്സിൻസ് തന്നെയാണ് അതിന് കാരണം. അവിടെയൊക്കെ ഈ അതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് അത് സയന്റിഫിക്കലി സ്റ്റഡീഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് റൂട്ട് കനാൽ ചെയ്യുന്നത്. കാരണം ആ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ, ആ പല്ലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ അപ്പക്സിലുള്ള ഇൻഫെക്ഷന് അവിടുന്ന് വരുന്ന ടോക്സിൻസും. എന്നാൽ ഈ മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇത് വിശദമായി വിവരിക്കേണ്ട ഒരു കാർഡിയോളജിസ്റ്റ് ശരിക്കും. അവിടെ ശരിക്കും അത്രോസ്ക്ലീറോസിസ് എന്നൊക്കെ പറയുന്നത് പിന്നെ യഥാർത്ഥത്തിൽ അവിടെ ഒരു ലീഷൻ ഈ വെസലിന്റെ ഉള്ളിൽ ഉണ്ടാവുക, അങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് ഉണ്ടാവുക. അതിന് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ബാക്ടീരിയയുമായിട്ടോ ഈ ടോക്സിനുമായിട്ടൊന്നും ഒരു ബന്ധവും ഇതുവരെ ആരും നടത്തിയിട്ടില്ല. കാരണം അത് നമുക്കറിയാം, ഈ അത്രോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ ലീഷനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും അവിടെ ഈ പിന്നെ ബാക്ടീരിയനെ ഒന്നുമല്ല കാണും, അവിടെ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ആണ് ഒന്ന് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കൊളസ്ട്രോൾ കുറക്കണം എന്ന് പൊതുവെ കാർഡിയക് പേഷ്യൻസിനോടും സാധാരണക്കാരോടും അത്രോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ ബ്ലോക്ക് വരാതിരിക്കാൻ കൊളസ്ട്രോൾ കുറക്കണം എന്ന് പറയും. കാരണം ഈ ലീഷനിൽ കാണുന്ന ഒരു മെയിൻ സാധനം കൊളസ്ട്രോൾ. അപ്പൊ അതുപോലെ നമ്മുടെ വെസൽസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം. അപ്പോ ഈ പിന്നെ അത് ഈ റൂട്ട് കനാൽ ചെയ്ത ടൂത്തുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് പറയുന്നത് ലോകത്തിന്നേ വരെ ഒരു സയന്റിഫിക് ബോഡിയും അത് അംഗീകരിക്കാത്ത ഒരു കാര്യം. ഒരു വെറുതെ തട്ടിവിടുക. എന്നിട്ട് എന്ത് വെച്ചാൽ ഇവിടെ അമേരിക്കൻ ഡെന്റൽ അസോസിയേഷനും എൻഡോഡോണ്ടിക് സൊസൈറ്റി അങ്ങനെയുള്ള ഒരുപാട് ബോഡികളും പഠനം നടത്തുന്നവരുണ്ട്. അവർക്ക് ഒന്നും അറിയാത്തൊരു കാര്യം വെറുതെ ഊഹിച്ചുണ്ടാക്കി എടുത്തിട്ട് എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇറേഷണൽ ആയിട്ട് പലതിനെയും കോറിലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോ ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് വന്ന പേഷ്യൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലതരം അത്തരത്തിലുള്ള പിന്നെ ഹാർംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവര് പലതരം ശീലങ്ങളുള്ളവർ, സ്മോക്കിങ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് സ്മോക്കേഴ്സ് ആയിരിക്കും. നല്ലൊരു ശതമാനം സ്മോക്കേഴ്സ് ഉണ്ടാവും. നമുക്കറിയാലോ, അറ്റാക്ക് വരുന്നതിൽ, അതേപോലെ ഷുഗർ വന്ന് സ്ട്രോക്ക് വരുന്നതിലൊക്കെ ഇതിലൊക്കെ ഉള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഇത് എന്തിനൊക്കെയും ഒന്ന് കണക്ട് ചെയ്തിട്ട് സിനിമയാക്കാൻ അത് വളരെ എളുപ്പമാണ്. മാത്രമല്ല സാറിന് നമ്മളെ ഈ പ്രൊസീജിയർ, ഡെന്റൽ പ്രൊസീജിയറിന് പോകുമ്പോൾ സാറിന് ഡോക്ടേഴ്സ് ഹാർട്ട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താ 2 തവണ ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. കാരണം അത് പല്ലിന്റെ ടോക്സിൻസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ പോകുന്നതൊക്കെ പ്രശ്നമാണെന്ന് തോന്നും. അവിടെയും പരിഹാരം ട്രീറ്റ്മെന്റ് ആണ്, ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. ഈ എൻഡോകാർഡൈറ്റിക് റൂമാറ്റിക് ഹാർട്ട് ഡിസീസ് അതുപോലുള്ള രോഗങ്ങളൊക്കെ ഉള്ള ഒരു ഇൻഫെക്ഷൻ അതായത് നമ്മൾ പല്ലെടുക്കുന്നത്, ഇപ്പൊ നമ്മൾ പല്ലെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വൂണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു വൂണ്ട് അവിടെ വരികയാണ്. അപ്പൊ അതിലൂടെ എന്തെങ്കിലും ബാക്ടീരിയയിൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഈ ഓൾറെഡി ഈ ഒരു എൻഡോകാർഡൈറ്റിസോ അല്ലെങ്കിൽ റൂമാറ്റിക് ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ള ഒരു പേഷ്യന്റ് നമ്മൾ വരികയാണെങ്കിൽ അവർ പ്രൊഫൈലാക്സിസ് എടുക്കും. കാർഡിയാക് പ്രൊഫൈലാക്സിസ് എന്ന് പറയാം. അതായത് 2 gram പെൻസിലിനൊക്കെ നമ്മൾ 1 hour ബിഫോർ കൊടുക്കും. പേഷ്യന്റ് 6 hour ബിഫോർ 6 hour ആഫ്റ്റർ നമ്മൾ 500 milligram വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. ഒരു ആന്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ സാധാരണ പല്ലെടുക്കുക. അല്ലാണ്ട് ഒരു ഹാർട്ടിന്റെ പേഷ്യന്റ് വന്ന് നേരെ എനിക്ക് പല്ലെടുക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ ഇതൊക്കെ അസസ് ചെയ്ത് ഒരു ഡെന്റിസ്റ്റ് ജനറൽ മെഡിസിനും ജനറൽ സർജറിയും ബേസിക്സ് പത്തോളജിയും മൈക്രോബയോളജിയും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഇതൊന്നും പഠിക്കാണ്ട് ഒരു ഡെന്റിസ്റ്റിന് പാസ്സാവാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഹാർട്ട് പേഷ്യന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മരുന്ന് കൊടുത്ത് രോഗിയെ 1 മണിക്കൂർ അവിടെ ഇരുത്തി ഈ ആന്റിബയോട്ടിക് ആളുടെ ശരീരത്തിലും രക്തത്തിലൊക്കെ വന്നെന്ന് ഉറപ്പാക്കി അതിനുശേഷമാണ് നമ്മൾ പല്ലെടുത്ത് സ്റ്റിച്ചൊക്കെ ഇട്ട് അവരെ വിടുന്നത്. അങ്ങനെ തന്നെ ഓരോ കേസിലും. അപ്പം ഹാർട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഒരു വെറും ഒരു ബി പി ഉള്ള പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പോലും
നമ്മൾ ആ BP കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതിന് മെഡിസിൻ കൊടുത്ത്, അതേപോലെ ഷുഗർ ഉള്ള പേഷ്യന്റ് വരികയാണെങ്കിൽ തന്നെ അവരുടെ ഷുഗർ പരിശോധിച്ച് ഫാസ്റ്റിംഗ് ചെക്ക് ചെയ്ത് എന്നിട്ട് അതിന്റെ ലെവൽ ഇത്രയൊക്കെ ആണെങ്കിലേ പല്ലെടുക്കാവുന്നുള്ള ഒരു നിയമമൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അതിൽ ആ ലെവൽക്ക് ഷുഗർ വന്ന് അതിനുശേഷം നമ്മൾ പല്ലെടുക്കാറുള്ളൂ. അല്ലാണ്ട് ഇതാരും ചാടിക്കയറി എടുക്കുന്ന റോഡ് സൈഡിൽ വെച്ച് ചെയ്യുന്ന പരിപാടിയല്ല. ഒരു ഡോക്ടർ അതൊക്കെ പഠിച്ചതിന് ശേഷമേ ഒരു രോഗിനെ ട്രീറ്റ് ചെയ്യുള്ളൂ. അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുള്ളൂ. ഏത് ഡോക്ടറും അങ്ങനെ തന്നെ ചെയ്യും. കാരണം ഒരു രോഗിക്ക് അപകടം വരുത്തി വെക്കാൻ ഒരു ഡോക്ടർ ആഗ്രഹിക്കുന്നതല്ല. അപ്പോ നമ്മൾ ഇവരീ പറയുന്നത് പോലെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വരെ ഒരു പല്ല് അവിടെ വെക്കുന്നതാണ് ഒരു രോഗിക്ക് ഏറ്റവും ഹാർംഫുൾ ആയിട്ടുള്ള പ്രശ്നം. റൂട്ട് കനാൽ ചെയ്യാണ്ട് കനാൽ ചെയ്തില്ലെങ്കിൽ പിന്നെ പല്ല് അവിടെ വെക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ എടുത്തു കളഞ്ഞാലും എന്റെ അഭിപ്രായത്തിൽ റൂട്ട് കനാലിനേക്കാൾ റിസ്ക് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഒരു അപ്പിക്കൽ ഇൻഫെക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൂത്തിന്റെ അപ്പസിൽ ഒരു ഇൻഫെക്ഷൻ ഉള്ള പല്ല് നമ്മൾ പെട്ടെന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷനും ഒരു പക്ഷേ ആ ടിഷ്യൂ ഗ്രാനുലേഷൻ ടിഷ്യൂ അല്ലെങ്കിൽ അതിന്റെ ആക്സസ് വന്നത് ഇവിടെ കിടക്കുന്നുണ്ടാവും. അത് പിന്നെ ക്രമേണ ഹീൽ ചെയ്ത് പോവില്ല. അപ്പൊ അതിനേക്കാൾ എല്ലാം എന്റെ അഭിപ്രായത്തിൽ സുരക്ഷിതമായിട്ടുള്ളത് റൂട്ട് കനാൽ. കാരണം റൂട്ട് കനാൽ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കനാലിലൂടെ പോയിട്ട് അവിടെ മെഡിക്കമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ ലീഷൻ അവിടെ ഉണ്ടായിരുന്ന ആബ്സസ് അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻ അത് ചുരുങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ റൂട്ട് കനാൽ ഫിൽ ചെയ്യുന്നത്. പല്ലെടുത്ത് കഴിക്കുന്നതിനേക്കാളും വെക്കുന്നതിനേക്കാളും ഒക്കെ സേഫ് ആയിട്ടുള്ള റൂട്ട് കനാൽ. പിന്നെ റൂട്ട് കനാൽ ഫെയിൽ ആവും. റൂട്ട് കനാൽ ഫെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോപ്പിൽസിലൊക്കെ നടന്ന സ്റ്റഡി പ്രകാരം 80 to 95% റൂട്ട് കനാൽ സക്സസ് ആണെന്ന്. ഇനി റൂട്ട് കനാൽ ഫെയിൽ ആവുന്ന കേസുകളിൽ നമ്മൾ എന്തെങ്കിലും പെയിൻ ആയിട്ട് റൂട്ട് കനാലിൽ അത് വീണ്ടും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ RCT ചെയ്യും, വീണ്ടും റൂട്ട് കനാൽ ചെയ്യും. ഈ ഫില്ലിംഗ് എല്ലാം നമ്മൾ എടുത്തിട്ട് വീണ്ടും അവിടെ മെഡിക്കമെന്റ് വെച്ച് ആ ഇൻഫെക്ഷൻ പോകാൻ സമയം കൊടുത്തിട്ട് RCT 90% സക്സസ്. അതായത് നമ്മൾ 10 പേരിൽ RCT ചെയ്തെന്ന് വിചാരിക്കുക, ഫെയിലായിട്ട് രണ്ടാമത് പ്രാവശ്യം ചെയ്യുമ്പോൾ അത് 90% സക്സസ് ആണ്. കാരണം 10 പേരിൽ RCT കഴിഞ്ഞാൽ പിന്നെ ഒരാളെ അവിടെ ഫെയിൽ ആവുന്നുള്ളൂ. അതൊക്കെ ചിലപ്പോൾ എടുത്തിക്കണം, ഒരു നിലക്കും അത് സക്സസ് ആവുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു ശതമാനത്തിൽ നമ്മൾ എടുത്തു കളയേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ ശരിക്കും.